Praise the Lord. Hallelujah. 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 നമുക്കിരിക്കാം. ഇന്ന് പ്രസംഗം പറയാനായിട്ട് മറ്റൊരു വരുന്നുണ്ട്. അതിനു മുമ്പ് ഈ മാർച്ച് മാസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ. മാർച്ച് മാസത്തിൻ്റെ പ്രത്യേകത എന്താണ്? പ്രത്യേകിച്ച് യോസേഫ് പിതാവിനെ നമ്മൾ ഓർമ്മിക്കുന്ന, യോസേഫ് പിതാവിനെ സമർപ്പിക്കുന്ന ഒരു മാസമാണ്. പ്രൈസ് ദി ലോർഡ്. മാർച്ച് 19 യോസേഫ് പിതാവിൻ്റെ മരണത്തിരുന്നാളാണ്. ഞാൻ നിങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നൊരു കാര്യം, യോസേഫ് പിതാവ് പ്രധാനമായിട്ടും 3 കാര്യങ്ങളിൽ നമ്മളെ സഹായിക്കും. ഒരു കുടുംബനാഥൻ, കുടുംബത്തിലെ അപ്പൻ എങ്ങനെയായിരിക്കും യോസേഫ് പിതാവ് കാണിച്ചത്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് കുടുംബജീവിതക്കാരുടെ മധ്യസ്ഥനാണ് യോസേഫ് പിതാവ്. ഒരിക്കലും എന്നോട് വ്യക്തി പറയുകയായിരുന്നു, ഭാര്യയും മക്കളൊക്കെ എനിക്ക് ഈ കുടുംബം നോക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, യോസേഫ് പിതാവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ എന്തെന്നില്ലാത്തൊരു മാറ്റം എൻ്റെ ജീവിതത്തിൽ വന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, പ്രത്യേകിച്ച് യുവതീ-യുവാക്കൾക്ക് വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ യോസേഫ് പിതാവിൻ്റെ മധ്യസ്ഥം ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യോസേഫ് പിതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥവും സഹായം ചോദിക്കുക. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുകയാണ്, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ യോസേഫ് പിതാവിന് സമർപ്പണം നടത്തിയിട്ടില്ലെങ്കിൽ ദയവേദി മാർച്ച് 19 മുമ്പ് അല്ലെങ്കിൽ മാർച്ച് 19 പ്രത്യേകിച്ച് യോസേഫ് പിതാവിന് ഒരു സമർപ്പണം നടത്തുക. യോസേഫ് പിതാവ് നമ്മുടെ രക്ഷാധികാരിയായിട്ട് നമുക്ക് വേണ്ടി പ്രത്യേക ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. യോസേഫ് പിതാവിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, കുട്ടി യേശുവിനെയും പരിശുദ്ധ കന്യകാമറിയെയും ഈജിപ്തിൽ പ്രൊട്ടക്ട് ചെയ്ത യോസേഫ് പിതാവ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒത്തിരി ശല്യങ്ങളുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ യോസേഫ് പിതാവ് ശക്തിയോടെ അവിടെ നിന്ന് മാതാവിനെയും ഉണ്ണീശനെയൊക്കെ സംരക്ഷിച്ചു എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്നു. യോസേഫ് പിതാവ് നമ്മൾ സാധാരണ കാണുമ്പോൾ വലിയ പ്രായമായ ഒരു മനുഷ്യനായിട്ടൊക്കെയാണ് അതിന് ചിത്രീകരിക്കപ്പെടുന്നത്. അത് ആദ്യ നൂറ്റാണ്ടുകളിൽ യോസേഫ് പിതാവിനെ കലാകാരന്മാർ അങ്ങനെ വരച്ചു വെച്ചപ്പോൾ യോസേഫ് പിതാവ് ബ്രഹ്മചാരി ആയിരുന്നു എന്നൊക്കെ കാണിക്കാനായിട്ട് ആ രൂപത്തിലുള്ള ചിത്രങ്ങൾ വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വർഷത്തിൽ ഞാനൊരു പുസ്തകം ഇങ്ങനെ വായിക്കാനായിട്ടിടയായി. ആ പുസ്തകമാണ്, ഇങ്ങനൊരു പുസ്തകമുണ്ട്, കോൺസെൻട്രേഷൻ ടു സെന്റ് ജോസഫ്, ദി വണ്ടേഴ്സ് ഓഫ് അവർ സ്പിരിച്വൽ ഫാദർ. കോൺസെൻട്രേഷൻ ടു സെന്റ് ജോസഫ്, ദി വണ്ടേഴ്സ് ഓഫ് അവർ സ്പിരിച്വൽ ഫാദർ. ഈ പുസ്തകം എഴുതിയത് റൊണാൾഡ് കാലവേ എന്ന് പറയുന്ന ഒരു പുരോഹിതനാണ്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം അമേരിക്കയിലുള്ള ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന പേരുള്ള മരിയ പിതാക്കന്മാരുടെ സഭയിലെ പുരോഹിതനാണ് ഈ അച്ഛൻ. ഈ അച്ഛൻ്റെ ജീവിതം ഡോക്യുമെൻ്ററി, അത് എമ്മി അവാർഡിന് അർഹതപ്പെട്ട ഒരു ഡോക്യുമെൻ്ററി 2019. അപ്പോൾ അത് യൂട്യൂബിലൊക്കെ കിടപ്പെടുന്നതിന് സാധിക്കുന്നവരെന്ന് കാണുന്നത് നല്ലതാണ്. ഈ അച്ഛൻ്റെ പുസ്തകത്തിലൂടെയാണ് യോസേഫ് പിതാവിനെ കൂടുതലായിട്ട് 33 ദിവസത്തെ ഒരു കോൺസെൻട്രേഷൻ സമർപ്പണ പ്രാർത്ഥന ആ ലോകത്തിന് പരിചയപ്പെടുന്നത്. ഈ പുസ്തകം വായിക്കാനായിട്ട് എനിക്ക് ഇടയായി. അത് വളരെ മനോഹരമായൊരു പുസ്തകമാണ്. അദ്ദേഹം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് യോസേഫ് പിതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് അത് ഇറക്കിയ പുസ്തകമാണ്. തന്നെയല്ല, ഈ അച്ഛൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ തന്നെ ഞാൻ കേൾക്കാനായിട്ട് ഞാൻ പെട്ടെന്നൊന്ന് പറയുകയാണ്. കേൾക്കുന്നത് നല്ലതാണ്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി അദ്ദേഹം ഒരുപാട് അഡിക്ഷൻസിലൊക്കെ അടിമപ്പെട്ട് പോയൊരു വ്യക്തിയായി. ഒരു കുടുംബത്തിലെ വലിയ വിശ്വാസമൊന്നും ഇല്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്നെങ്കിലും യോസേഫ് പിതാവിന് അദ്ദേഹം സമർപ്പിക്കപ്പെട്ടത് വഴി വലിയൊരു മാറ്റം ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു. പ്രാർത്ഥിക്കാനെന്ന് അറിഞ്ഞുകൂടായിരുന്നു, പള്ളിയിലൊന്നും പോകാറില്ലായിരുന്നു, അദ്ദേഹം ഒരു കാത്തലിക്കുമല്ലായിരുന്നു. എന്നാൽ യോസേഫ് പിതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വലിയൊരു മാനസാന്തര അനുഭവം ഉണ്ടായി. അദ്ദേഹം ഒരു കത്തോലിക്കനായിട്ട് മാറി, പിന്നീട് സെമിനാരിൽ ചേർന്നു, ഒരു പുരോഹിതനായി ഒത്തിരി സ്ഥലത്ത് ദൈവവചന ശുശ്രൂഷ നടത്തുന്ന ഒരു വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങളെ ആദ്യം പ്രത്യേകം പ്രേരിപ്പിക്കുന്നു, യോസേഫ് പിതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുക. യോസേഫ് പിതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. നമ്മളെ ദൈവസ്ഥാനത്തിലേക്ക് ഉയരുവാൻ യോസേഫ് പിതാവ് സഹായിക്കും. എല്ലാ തിന്മകളും നമ്മളെ സംരക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്.